വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്കിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഇഷ്യൂ ആരും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് പോകാം. നിക് ഫ്യൂറിയുടെ സ്ട്രൈക്ക് ടീമിൽ അവശേഷിക്കുന്നത് വോൾവറിൻ മാത്രമാണ്. ക്യാപ്റ്റൻ അമേരിക്കയും വിന്റർ സോൾജറും ഉൾപ്പെടെയുള്ള എല്ലാ സ്ട്രൈക്ക് ടീം മെമ്പേഴ്സിനെയും അവസാനമായിട്ട് ആദരിക്കാനെത്തിയ വോൾവറിൻ നിക് ഫ്യൂറി ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. തന്റെ സ്ട്രൈക്ക് ടീമിനെ നോക്കി നിക് ഫ്യൂറി വോൾവറിനോട് പറയുകയാണ്, അവരായിരുന്നു ഏറ്റവും മികച്ചവർ, അവരെ വല്ലാതെ മിസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഭാഗ്യമുള്ളതുകൊണ്ടാകാം അവർ പെട്ടെന്ന് പോയത്. വരാനിരിക്കുന്ന വിനാശത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമെല്ലാം നശിക്കപ്പെട്ടിരിക്കുന്നു. ഈ കോണ്ടിനെന്റിലെ 2 കോടിയോളം വരുന്ന ജനങ്ങൾ മരണപ്പെടാൻ പോവുകയാണ്. ഒരു വേൾഡ് വാർ കാരണമുണ്ടായ ഭീകരത ഞാൻ നേരിട്ട് കണ്ടതാണ്. പലപ്പോഴും ഞാൻ എന്റെ വേസ്റ്റ് നൈറ്റ്മെയർസിനെ നേരിട്ടിട്ടുണ്ട്. കോൾഡ് വാറിന്റെ സമയത്തുണ്ടായ ആ തണുത്ത നരകത്തെയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പ് പറയുകയാണ്, നമ്മൾ ഇതുവരെ കണ്ടതിലും അനുഭവിച്ചതിലും ഏറ്റവും ഭീകരതയേറിയതാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല് ഒരു കുപ്പി മദ്യവുമായിട്ട് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഗണ്ണും പിടിച്ച് മരണത്തെ കാത്തിരിക്കും. പിന്നെ ഒരു ദിവസം ഞാൻ എന്റെ ഈ സുഹൃത്തുക്കളെയെല്ലാം മറ്റൊരിടത്ത് കണ്ടുമുട്ടും. നിന്റെ കാര്യം എങ്ങനെയാണ് ലോഗൻ? നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം ഡക്കോട്ടാസിലെ ഒരു കുന്നിൻ ചരിവിലൂടെ വോൾവറിൻ ഏകനായി നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ വോൾവറിന്റെ മുന്നിലേക്ക് ഒരു ജീപ്പ് വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു. ആ ജീപ്പിൽ വന്നിറങ്ങിയത് ഡാനി മൂൺസ്റ്റാർ ആണ്. അവളും വോൾവറിനെ പോലെ ഒരു മ്യൂട്ടന്റ് ആണ്. വോൾവറിനെ കണ്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് പകരം വോൾവറിൻ അവർ അറിയാതെ അവരെ നിരീക്ഷിക്കാൻ വന്നതാണെന്ന് ഡാനി മൂൺസ്റ്റാർ കുറ്റപ്പെടുത്തി. ഡക്കോട്ടാസിൽ ഒരിടത്തും ഇലക്ട്രിസിറ്റിയോ മറ്റു പവേഴ്സോ ഒന്നും തന്നെയില്ല. ആകെ മൊത്തം ഇരുട്ടാണ്. മാഗ്നറ്റോയുടെ സ്പേസ് സ്റ്റേഷനായ ആസ്ട്രോയിഡ് എം നശിക്കപ്പെട്ടുണ്ടായ EMP ലോകം മൊത്തമുള്ള എല്ലാ പവേഴ്സും ഇല്ലാതാക്കിയിരിക്കുന്നു. ഡക്കോട്ടാസിനെയും അത് ബാധിച്ചിട്ടുണ്ട്. എവിടെയും ഒരൊറ്റ വെളിച്ചം പോലുമില്ല. എന്നാൽ ആകെയുള്ള വെളിച്ചം കണ്ടിട്ട് അവിടേക്ക് പുറപ്പെട്ടതാണ് വോൾവറിൻ. ആർക്കും പവർ ഇല്ലാത്ത ഈ സമയത്ത് അവർക്ക് മാത്രം പവർ ഉണ്ടെങ്കിൽ ആ കാരണത്തെ തേടിയാണ് വോൾവറിൻ വന്നത്. അതെ, വോൾവറിൻ വന്നത് ഫോർജ് എന്ന ഒരു മ്യൂട്ടന്റിനെ തേടിയാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം നോർത്തിലും ഈസ്റ്റിലുമായിട്ട് ആസ്ട്രോയിഡ് എം തകർന്നു വീണ സ്ഥലങ്ങളിലെല്ലാം അതിന്റെ അവശിഷ്ടങ്ങൾ തേടി ഫോർജിനോടൊപ്പം അലയുകയാണ് വോൾവറിൻ. മരണപ്പെട്ടു പോയ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി റിവെഞ്ച് എടുക്കാൻ പുറപ്പെട്ടതാണ് വോൾവറിൻ എന്ന് ഫോർജിന് നന്നായിട്ട് അറിയാം. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം അവർ ആസ്ട്രോയിഡ് എം തകർന്നു വീണ എക്സാക്ട് ലൊക്കേഷനിൽ എത്തി. ആസ്ട്രോയിഡ് എം തകർന്നു വീണിട്ട് അതിന്റെ ഒരവശിഷ്ടം പോലും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് വോൾവറിൻ അതിശയത്തോടെ ഫോർജിനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഫോർജ് പറയുകയാണ്, മാഗ്നറ്റോയെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവരാണ് ആസ്ട്രോയിഡ് എമ്മിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ നിന്നും മാറ്റിയത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഇവിടെയെല്ലാം സ്കാൻ ചെയ്ത് നോക്കി. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ വളരെ താഴ്ചയിൽ മാഗ്നറ്റോയുടെ ബോഡി കിടപ്പുണ്ട്. അത്രമാത്രം താഴ്ചയിൽ കിടക്കുന്നതുകൊണ്ടാകാം ആസ്ട്രോയിഡ് എമ്മിന്റെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയിട്ടും മാഗ്നറ്റോയുടെ ബോഡി അവർക്ക് ലഭിക്കാഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് ഫോർജ് ഒരു മൺവെട്ടി വോൾവറിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കുഴി വെട്ടിക്കോളാൻ പറയുന്നു. ഇത് തന്റെ റിവെഞ്ച് അല്ല, വോൾവറിന്റെ റിവെഞ്ച് ആണ്. അതുകൊണ്ടാകാം അവൻ തന്നെ കുഴി വെട്ടട്ടെ എന്ന് ഫോർജ് തീരുമാനിച്ചത്. അങ്ങനെ ഫോർജ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് വോൾവറിൻ കുഴി വെട്ടാൻ ആരംഭിച്ചു. കുറച്ചു സമയത്തിന് ശേഷം കുഴി എടുത്തുകൊണ്ടിരുന്ന വോൾവറിൻ അത് കണ്ടു. അതെ, മാഗ്നറ്റോയുടെ ബോഡി മണ്ണിൽ മൂടപ്പെട്ട് കിടക്കുന്നു. വോൾവറിൻ മാഗ്നറ്റോയുടെ തലയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് ഊരിയെടുക്കുന്നു. അതെ, മാഗ്നറ്റോയുടെ ഹെൽമെറ്റ് ആണ് വോൾവറിൻ തന്റെ റിവെഞ്ചിന് വേണ്ടി ആയുധമാക്കാൻ പോകുന്നത്. മാഗ്നറ്റോയുടെ ഹെൽമെറ്റിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റോയുടെ ഹെൽമെറ്റിൽ അത്യാവശ്യം മിനുക്ക് പണികളൊക്കെ ചെയ്ത് അതിൽ വൈബ്രേനിയം കൂടി ആഡ് ചെയ്യുകയാണ് ഫോർജ്. പേര് പോലും മായപ്പെട്ട ഒരു സിറ്റി. ആ സിറ്റി കണ്ടാൽ ഒരുമാതിരി പ്രേതാലയം പോലെ തോന്നും. ആ സിറ്റിയിലൂടെ തലയിൽ ഹൂഡിയിട്ട ഒരാൾ നടന്നു പോകുന്നു. അയാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ മൊത്തം സിറ്റിയും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾ നടന്ന് ഒരു കോട്ടയുടെ മുന്നിലെത്തി. അയാൾ ആ കോട്ടയുടെ വേലി മുറിച്ചു മാറ്റി ആ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അതെ, അത് മാസ്റ്റർ മൈൻഡിന്റെ കോട്ടയാണ്. ലോകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും അയാൾ തന്റെ പരിചാരകരായ സ്ത്രീകളോടൊപ്പം സുഖിച്ച് ജീവിക്കുകയാണ്. തന്റെ കോട്ടയ്ക്കുള്ളിൽ അനുവാദമില്ലാതെ ആരോ പ്രവേശിച്ചിട്ടുണ്ടെന്ന് മാസ്റ്റർ മൈൻഡ് മനസ്സിലാക്കി.
നിന്റെ കൂടെയുള്ളവരായ റാസ്പുട്ടീനും വെയ്ഡും ക്രീഡും ഒമേഗ റെഡും ഒക്കെ എവിടെയാണുള്ളതെന്ന് ആ ഹൂഡിയിട്ട വ്യക്തി മാസ്റ്റർ മൈൻഡിനോട് ചോദിക്കുന്നു. എന്റെ കൂട്ടാളികൾ എവിടെയാണെന്ന് എനിക്കറിയാം. എല്ലാ രഹസ്യങ്ങളും പറയാൻ പോകുന്നത് ഞാനായിരിക്കില്ല, അത് നീയായിരിക്കും. നിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ മനസ്സിലാക്കും, നിന്റെ കഴിവുകളെ തകർക്കും, നിന്റെ മൈൻഡിനെ ഞാൻ ബ്രേക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് മാസ്റ്റർ മൈൻഡ് ആ ഹൂഡി ഇട്ട വ്യക്തിയെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഹൂഡിയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന മാസ്റ്റർ മൈൻഡ് ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി. അതെ, ആ ഹുഡിയുടെ മറവിൽ വന്നത് മാസ്റ്റർ മൈൻഡിനോട് പ്രതികാരം ചെയ്യാനെത്തിയ വോൾവറിൻ ആണ്. അതും മാഗ്നീറ്റോടെ ഹെൽമെറ്റ് ധരിച്ച്. മാഗ്നീറ്റോടെ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ മാസ്റ്റർ മൈൻഡിന് ഒരിക്കലും വോൾവറിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പരിചാരകരെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മാസ്റ്റർ മൈൻഡിനെ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് ആക്രമിച്ച് മാസ്റ്റർ മൈൻഡിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് ആ സിറ്റിയിൽ നിന്നും പോകുന്നു. അല്പസമയത്തിനു ശേഷം നമ്മൾ കാണുന്നത് വോൾവറിൻ വെട്ടിക്കൊണ്ടുവന്ന മാസ്റ്റർ മൈൻഡിന്റെ തലയിൽ ഫോർജ് എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നതാണ്. മാസ്റ്റർ മൈൻഡിന്റെ ബ്രെയിനിലെ മെമ്മറീസ് ആക്സസ് ചെയ്ത് ദ ബ്രദർഹുഡ് ഓഫ് ഈവിൾ മ്യൂട്ടൻസിലെ ഓരോ മെമ്പേഴ്സിന്റെയും എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഫോർജും വോൾവറിനും. എന്തായാലും വോൾവറിൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് കൊളോസസ് ഉള്ളത്. ഒമേഗ റെഡും അടുത്ത് തന്നെ ഉണ്ട്. ഡെഡ്പൂളിനെ ഒന്നിലധികം ലൊക്കേഷനിൽ കാണിക്കുന്നുണ്ട്. ഡെഡ്പൂൾ അല്ലേ ആള്, പുള്ളി ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ലല്ലോ. സേബർ ടൂത്ത് തൊട്ടടുത്തുള്ള ഒരു ഡെസേർട്ടിലുണ്ട്. വോൾവറിന് ഇവരെ എല്ലാം തേടി പിടിച്ച് കൊല്ലണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ആവശ്യമാണ്. ആ ഒരു കാര്യം ഫോർജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം സേബർ ടൂത്ത് ഡെസേർട്ടിൽ ഒരു ജീവിയെ കൊന്നിട്ട് അതിനെ അൽഫാമാക്കി കഴിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ശബ്ദം സേബർ ടൂത്ത് കേട്ടു. ഒരു വെള്ള വെളിച്ചം തന്റെ അടുക്കലേക്ക് പാഞ്ഞടുക്കുന്നു. അത് ഒരു ബൈക്കാണ്. ആ ബൈക്കിൽ വന്നെത്തിയതോ സാക്ഷാൽ വോൾവറിൻ. തന്റെ പക്കലേക്ക് വോൾവറിൻ വന്നതിൽ സേബർ ടൂത്തിന് ആശ്ചര്യമൊന്നും തോന്നിയില്ല. തന്നെ വോൾവറിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും തന്നെ തോൽപ്പിക്കാൻ വോൾവറിന് ഒരിക്കലും സാധിക്കില്ലെന്നുമൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് സേബർ ടൂത്തിനുണ്ട്. നിന്റെ പ്രതികാരം അത് ഇപ്പോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് സേബർ ടൂത്ത് നമ്മുടെ വോൾവറിനെ എടുത്ത് നന്നായിട്ട് പെരുമാറി. വോൾവറിന്റെ വായിൽ നിന്നും ശരീരത്തിൽ നിന്നുമെല്ലാം ചോര പുറപ്പെടാൻ തുടങ്ങി. ഒരു ദയയുമില്ലാത്ത ആക്രമണം. സേബർ ടൂത്ത് തന്റെ ക്ലോസിന്റെ സഹായത്തോടെ വോൾവറിനെ തുടരെ ആക്രമിച്ച് അദ്ദേഹത്തെ നിലംപരിശാക്കി. നീ നിന്റേതാണെന്ന് ചിന്തിച്ചതെല്ലാം ഇനി എന്റേതാണ്. നിന്നെ ഞാൻ ഇവിടിട്ട് തീർക്കുന്നതോടെ നിന്റെ ഈ ബൈക്കും ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ സേബർ ടൂത്ത് പറയുമ്പോൾ, ഈ ബൈക്ക് ഞാൻ എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. അവൻ ഇത് എനിക്ക് തന്നപ്പോൾ ഞാൻ അവൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടേ എന്ന് പറഞ്ഞിട്ട് വോൾവറിൻ സേബർ ടൂത്തിന്റെ നെഞ്ചിലേക്ക് തന്റെ അഡമാന്റിയ ക്ലോസ് കുത്തിയിറക്കി. അപ്പോഴാണ് തനിക്ക് എന്തൊക്കെയോ പ്രശ്നം സംഭവിക്കുന്നുണ്ടെന്ന് സേബർ ടൂത്തിന് മനസ്സിലായത്. അതെ, സേബർ ടൂത്തിന്റെ ഹീലിംഗ് ഫാക്ടർ പ്രവർത്തിക്കുന്നില്ല. അപ്പോഴാണ് വോൾവറിൻ ആ സത്യം സേബർ ടൂത്തിനോട് വെളിപ്പെടുത്തുന്നത്. വോൾവറിന് ബൈക്ക് കൊടുത്ത ഫ്രണ്ട് മ്യൂട്ടൻസിന്റെ പവേഴ്സിനെ ഇല്ലാതാക്കുന്ന ഒരു ന്യൂട്രലൈസർ ആ ബൈക്കിന്റെ ഹെഡ് ലാമ്പില് അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിന്റെ ലാമ്പിലെ വെളിച്ചം അടിച്ചതോടെ സേബർ ടൂത്തിന്റെ പവേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. സേബർ ടൂത്തിന് ഇനി ഹീൽ ചെയ്യുവാൻ സാധിക്കില്ല. നിന്റെ മ്യൂട്ടൻ പവേഴ്സ് എല്ലാം ഇല്ലാതായടാ, നിനക്കിനി ഹീൽ ചെയ്യുവാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, കാരണം എന്റെ ഹീലിംഗ് ഫാക്ടർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ രക്തം ഇപ്പോഴും പൊക്കോണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നീ എന്നെ എങ്ങനെയാണോ ഉപദ്രവിച്ചത് അതിനെല്ലാം ഞാൻ ഇന്ന് പ്രതികാരം വീട്ടും. ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ അവസാനിപ്പിക്കുമെന്നൊക്കെ വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുമ്പോൾ, എന്നെ അവസാനിപ്പിക്കാനോ? എനിക്ക് നിന്നെ ഇപ്പോഴും തീർക്കാൻ സാധിക്കില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ സംസാരിക്കുന്നത് ഈ കാട്ടിലെ ഏറ്റവും ക്രൂരനായ ചെന്നായോടാണെന്ന് സേബർ ടൂത്ത് വോൾവറിനോട് മറുപടിയായിട്ട് പറയുന്നു. അത് കേട്ട വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുവാണ്, അത് നല്ല തമാശയാണല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ സംസാരിക്കുന്നത് ഒരു ചത്ത ശവത്തോടാണെന്ന്. എന്നിട്ട് വോൾവറിനും സേബർ ടൂത്തും ആ വിജനമായ ഡെസേർട്ടിൽ വെച്ച് പോരാടുന്നതോടെ വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്സിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. സേബർ ടൂത്തിന് ഹീലിംഗ് ഫാക്ടർ പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ സേബർ ടൂത്തിനെ വോൾവറിൻ കൊന്നു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ബ്രദർഹുഡ് ഓഫ് ഈവിൾ മ്യൂട്ടൻസിലെ മെമ്പേഴ്സ് ആയ മാസ്റ്റർ മൈൻഡിനെയും സേബർ ടൂത്തിനെയും വോൾവറിൻ തട്ടിയിട്ടുണ്ട്. വോൾവറിന്റെ റിവെഞ്ച് അവസാനിച്ചിട്ടില്ല. അടുത്ത ഇഷ്യൂവിൽ ബ്രദർഹുഡ് ഓഫ് ഈവിൾ മ്യൂട്ടൻസിലെ ഏത് മെമ്പറിനെയാണ് വോൾവറിൻ കൊല്ലാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം.